നമുക്ക് ആദ്യം ഇന്ന് നാടിനെ നടുക്കിയ ഒരു സ്റ്റോറിയിലേക്കാണ് പോകേണ്ടത്. തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിൽ സ്ഫോടനമുണ്ടായി. ഒരാൾക്ക് ജീവൻ നഷ്ടമായി, 25 പേർക്ക് പരിക്കേറ്റു. 50ഓളം കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചു. കരിമരുന്ന് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് അനുമതിയില്ലാതെ. പുതിയകാവ് ക്ഷേത്രഭരണ സമിതിക്കും കരാറുകാരനുമെതിരെയും പോലീസ് കേസെടുത്തു. വീടുകൾ തകർന്നവർക്ക് ഉടൻ നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പുകൊടുത്തു. രാവിലെ 10:30യോടെയാണ് ചൂരക്കാട് അപ്രതീക്ഷിത അപകടമുണ്ടാകുന്നത്. ക്ഷേത്രോത്സവത്തിന് നിറപ്പകിട്ടേകാൻ കൊണ്ടുവന്ന കരിമരുന്നുകൾ കുറേയേറെ ജീവിതങ്ങൾക്ക് നിറം മങ്ങിച്ചു. 10:30 വരെ സാധാരണ ദിവസമായിരുന്നു ചൂരക്കാടുകാർക്ക്. ഒരു ഉഗ്രശബ്ദം എല്ലാം തകർത്തെറിഞ്ഞു. സെക്കൻഡുകൾക്ക് ശേഷം കണ്ണു തുറന്നപ്പോൾ കണ്ടത് തകർന്നു കിടക്കുന്ന വീടുകൾ. ഹാളിലിരിക്കുമായിരുന്നു, ഞാൻ 2 പിള്ളേരും ഉണ്ടായിരുന്നു. സൗണ്ട് കേട്ടോണ്ട് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല. ഭൂചലനമാണോ, പെട്ടെന്ന് ചില്ലെല്ലാം കൂടി ഇങ്ങ് പൊട്ടി വീണു. പിള്ളേരെ എടുത്തുകൊണ്ട് അവിടെ അങ്ങ് ഇരുന്നു. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. പേടിച്ചു പോയി, പിള്ളേരെല്ലാം പേടിച്ചു പോയി. 2 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഫോടനത്തിന്റെ ആഘാതം പരന്നു. 50 കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. പലർക്കും ജീവൻ തിരിച്ചു കിട്ടിയത് അത്ഭുതം. ലോണെടുത്ത് വെച്ചേക്കണം, 16,000 രൂപ അടക്കണം മോനെ. പകുതി പോലും ആയിട്ടില്ല. ഞങ്ങളുടെ മക്കള് കൂലിപ്പണിക്കാരാ, വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണം. 2 പേരും കൂലിപ്പണിക്കാരാ മോനെ. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട്, ഈ രോഗിയായ മനുഷ്യനെ ഇതിനൊക്കെ എൻഡോസ്കോപ്പിയൊക്കെ എടുത്ത് ബയോപ്സിക്ക് അയച്ചേക്ക്. ഈ മിനിഞ്ഞാന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണം മോനെ. ലോണൊന്നും അടച്ചു. ഇനി ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല ഇങ്ങനത്തെ ഒരു വീടുണ്ടാക്കിയെടുക്കാൻ. പുതിയകാവ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടിന് കൊണ്ടുവന്ന ഉഗ്രസ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചത് വീടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പറമ്പിൽ. ഇവിടെ തുടങ്ങുന്നു വീഴ്ചകളുടെ പരമ്പര. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുത്തു. 4 പേർ കസ്റ്റഡിയിലുണ്ട്. വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനൻ്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം. നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. അത് 25 പേർക്കാണ് പരിക്കു പറ്റിയത്. ഒരാൾക്ക് ജീവൻ നഷ്ടമായി. 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. വീടുകൾ തകർന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള പ്രാരംഭ നടപടികൾ തൃപ്പൂണിത്തുറ നഗരസഭ ആരംഭിച്ചു. പെട്ടെന്നുണ്ടായൊരു പൊട്ടിത്തെറി ഇക്കാണുന്ന ആളുകളുടെ ഒരു കാലത്തെ അധ്വാനം മുഴുവൻ കവർന്നെടുത്തു. ഇനി എന്ന് ആ നഷ്ടപരിഹാര തുക തിരികെ ലഭിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെടൽ അനിവാര്യമായ വിഷയം. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇന്ന് വന്ന ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു വാർത്തയായിരുന്നു അത്. അനധികൃത വെടിക്കെട്ട് പുരയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാളുടെ ജീവൻ ഇല്ലാതായി. ഈ അനധികൃതമായി വെടിമരുന്ന് സൂക്ഷിച്ചതിന് പുതിയകാവ് ദേവസ്വം ഭരണസമിതിക്കെതിരെ പോലീസ് കേസെടുത്ത് കഴിഞ്ഞു. നാടിനെ നടുക്കിയ ഈ അപകടത്തിൻ്റെ ഉത്തരവാദി ആരാണ്? ഈ ചോദ്യം 24 നാട്ടുകാരോട് ചോദിച്ചു, പൊതുജനങ്ങളോടും ചോദിച്ചു. നമുക്ക് ലഭിച്ച മറുപടിയിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, അസ്വാസ്ഥ്യങ്ങളുണ്ട്. ആ പ്രതികരണങ്ങളിലേക്ക്. അകത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഞാൻ റോട്ടിൽ കൂടി പോയപ്പോൾ കണ്ട അകത്തൊരു വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇവിടെ അവരവിടെ മൊത്തം പച്ച നെറ്റ് വെച്ച് മറച്ചു വെച്ചിട്ടാണ് എല്ലാം ചെയ്യണേ, ആൾക്കാർ കാണാതിരിക്കാൻ. ശരിയായ ക്രമീകരണം വേണം. എന്തായാലും യാതൊരത്തിലാണെങ്കിലും ആ പടക്കത്തിനൊക്കെ നിയന്ത്രണം വേണ്ടേ, നിർബന്ധമായിട്ട് വേണം. ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ഒരു 2-3 വർഷത്തിനുവേണ്ടി നമ്മുടെ കൊല്ലത്ത് ആ ക്ഷേത്രത്തിൽ പടക്കം വെച്ച ഓർമ്മയില്ലേ? കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ പൊട്ടിക്കുന്നത് വളരെ അപകടം തന്നെയാണ്. അത് സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നല്ലൊരു ജാഗ്രത വേണം. അവർ കയ്യിൽ നിന്നൊരു വീഴ്ച തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പം അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു. ഉത്തരവാദിത്വം സർക്കാരിൻ്റെ വീഴ്ച. ലൈസൻസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ലേ. അതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം, സർക്കാരിൻ്റെ വീഴ്ച. ചലഞ്ചർ എന്ന ഐഡിയയിൽ ഒരു പ്രേക്ഷകന്റെ അഭിപ്രായമാണ്. അനധികൃത സ്ഫോടക വസ്തു ശേഖരണവും ബോംബ് ശേഖരണവും ഇവിടെ വേണ്ടപ്പെട്ടവരും പോലീസും ഒന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുമെന്നും ചലഞ്ചർ പറയുന്നു. വല്ലപ്പോഴുമൊക്കെ എനിക്ക് തോന്നുന്നു ഇത്തരം പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അതായത് റെസിഡൻസ് അസോസിയേഷൻ്റെ പിൻബലത്തോടെ നമ്മുടെ നാട്ടിലും പരക്കെ CCTV ദൃശ്യങ്ങൾ കൊണ്ടുവരികയും ആ CCTV ദൃശ്യങ്ങൾ അതായത് പോലീസ് സ്റ്റേഷനുകളിൽ വിദേശ നാടുകളിലൊക്കെ ഉള്ളതുപോലെ മോണിറ്റർ ചെയ്യുകയും വേണം. എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്നറിയാൻ ഒരു വഴിയാകും അത്. ഈ ശാസ്ത്രം ഇത്രയും വളർന്ന ഒരു കാലത്ത് നമ്മൾക്ക് അന്വേഷണം നടത്താൻ കഴിയുന്നില്ല. അവസാനം ഇതുപോലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ അന്വേഷണത്തിന് ഇറങ്ങി പുറപ്പെടും. അത് പോരാ. കാര്യം ജീവിതം കുറച്ചുകൂടി സങ്കീർണമാകുന്ന ഒരു ആസുര കാലത്ത് ജീവിക്കുകയാണ് നമ്മൾ മലയാളികൾ എന്ന് മറന്നുകൂടാ.
മറ്റൊരു സ്റ്റോറിയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കേരള കോൺഗ്രസ് എം. സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. ജോസ് കെ മാണിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോട്ടയത്ത് നടത്തിയത്. പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് തീരുമാനമെടുത്തതെന്നും തോമസ് ചാഴിക്കാടൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ജോസ് കെ മാണി ഇന്ന് പറഞ്ഞു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് അതിൻ്റെ തീരുമാനമെടുക്കുവാനുള്ള ചർച്ചകളും നടന്നു. തീരുമാനമെടുക്കാനായിട്ട് നമ്മൾ അവരെ ഉദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ ഒരു പേര് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. ആ പേര് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MP-യും പാർട്ടിയുടെ വൈസ് ചെയർമാനുമായ ശ്രീ തോമസ് ചാഴികാടനാണ്. കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതിദാനം ചെയ്യുന്ന, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയം ലോകസഭ സ്ഥാനാർത്ഥിയായി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. കോട്ടയത്ത് തനിക്ക് വിജയം ഉറപ്പെന്ന് തോമസ് ചാഴിക്കാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അത് ഫലപ്രദമായി വിനിയോഗിച്ച് വിജയിച്ച് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ വീണ്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട്. ഒരു പാർലമെന്റ് അംഗമെന്ന നിലയിൽ പാർലമെന്റിനകത്തും പുറത്തും വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. ആ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേടുക. തോമസ് ചാഴിക്കാടനുമായി സംസാരിച്ച ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ? കോട്ടയത്തെ ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ്? SKN വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മും തോമസ് ചാഴിക്കാടനും ജോസ് കെ മാണിയും എല്ലാം ഉള്ളത്. അതിനുള്ള ഒരു പ്രധാന കാരണം SKN പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് ഇത്തവണയും വോട്ട് തേടാനുള്ള ഒരു നീക്കത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. അതിൽ MP ഫണ്ട് വിനിയോഗം അത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. 100% MP ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് തോമസ് ചാഴിക്കാടൻ ഇത്തവണ വോട്ട് തേടുന്നത്. കേരള കോൺഗ്രസും അതുതന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. മറ്റൊരു കാര്യം, ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു തീരുമാനം കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. നമ്മൾ സാധാരണ കാണാറുള്ളത് കേരള കോൺഗ്രസ് എമ്മിൽ സീറ്റ് തർക്കങ്ങൾ പലപ്പോഴായി ഉണ്ടാകാറുണ്ട്. എല്ലാ തവണയും ഈ സ്ഥാനാർത്ഥി നിർണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറയുന്നത് നാടകീയ രംഗങ്ങൾക്കൊക്കെ ഒടുവിലായിരിക്കും. പല സ്ഥാനാർത്ഥികളെയൊക്കെ പരിഗണിച്ച് പല പേരുകളൊക്കെ ചർച്ചയായതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സാധാരണ ഉണ്ടാകാറുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യമായി ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പേരുകളൊന്നും തന്നെ ചർച്ചയിലേക്ക് വരാതെ, കൂടുതൽ പേരുകളെന്ന് മാത്രമല്ല ഒരു പേരും മറ്റൊരു പേരും ചർച്ചയിലേക്ക് വരാതെ കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ നോക്കിക്കാണുന്നത്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ UDF-ൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതും മുതലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് ഈ പെട്ടെന്നുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കാരണം ഇതിനോടകം തന്നെ LDF-ലെ സീറ്റ് വിഭജനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. താങ്ക് യു ടോബി ജോൺസൺ. ജിയോ ഷാരു പറയുന്നു, എല്ലാ അപകടങ്ങളും നടന്നു കഴിയുമ്പോൾ മാത്രമേ ഇവിടുത്തെ സർക്കാരും പോലീസും അതിൻ്റെ പിറകെ പോകൂ എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടായാൽ പോരാ. ജിയോ ഷാരു പറയുന്നത് ചെറിയ കാര്യങ്ങളുണ്ട്, പക്ഷേ പോലീസിനൊക്കെ എവിടെയാണ് ഇപ്പോൾ സമയം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ പോലീസ് സേനയിലെ ആളുകളുടെ കുറവുണ്ടെന്നേ. കുഞ്ഞു മുഹമ്മദ് പറയുന്നു, പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും ഇതുപോലെ ഒരു അപകടം നടന്നു വർഷങ്ങൾക്ക് മുമ്പ്, എന്നിട്ടും മലയാളി എന്തേ പഠിക്കാതെ? നമ്മൾ പലപ്പോഴും പഠിക്കുന്നില്ല, പഠിക്കാൻ നമ്മൾ വളരെ പിന്നോക്കമാണ് എന്നതാണ് യാഥാർത്ഥ്യം. എത്രയോ അനുഭവങ്ങൾ മലയാളികൾക്ക്, എത്രയോ വെടിക്കെട്ട് അപകടങ്ങൾ നമുക്ക് ഉണ്ടായി. അതിൽ നിന്നൊന്നും നമുക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നതാണ് നേരെ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിശീലകൻ പിടിയിലായി. ആക്രമണ സ്ക്വാഡുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ജാഫറാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ഒളിവിലായിരുന്നു. കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് ജാഫറിനെ പിടികൂടിയത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്രീകാന്ത്, വിവരങ്ങൾ. ഏറെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന ജാഫർ
കണ്ണൂർ സ്വദേശിയാണ്. ഇയാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. ഈ അറസ്റ്റ് നടന്നിട്ട് 2 ദിവസമായി. പക്ഷേ ഇയാളെ അതീവ രഹസ്യമായി വിവരം NIA വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. കണ്ണൂരിലെ മാട്ടൂൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇയാളെ പിടികൂടിയത്. അവിടെ ഒളിവിൽ താമസിച്ചു വരുമ്പോഴായിരുന്നു അറസ്റ്റ്. ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ പാലക്കാട് RSS നേതാവായ RSS പ്രവർത്തകനായ ശ്രീനിവാസന്റെ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളുടെ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൊച്ചി NIA യൂണിറ്റ് ആയിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം നടന്നു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ ഈ ഹിറ്റ് സ്ക്വാഡ് ആയുധ പരിശീലനം നൽകിയിരുന്നതാണ്. ഈ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലനായ നേതാവാണ് ഇയാൾ. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. താങ്ക് യു ശ്രീകാന്ത്. കണ്ണൂർ മട്ടന്നൂർ PRNSS കോളേജിൽ റാഗിംഗ് നടന്നതായി പരാതി. 1ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അവശരാക്കി. 6 സീനിയർ വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ കൊടുത്തു. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ടെലിഫോണിൽ. അരുൺ, എന്തായിരുന്നു കാരണം? റാഗിംഗ് ഒക്കെ നിരോധിച്ചെന്ന് നമ്മൾ പറഞ്ഞാലും പല ക്യാമ്പസുകളിൽ ഇപ്പോൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും അരങ്ങേറുന്നു എന്ന യാഥാർത്ഥ്യം കണ്ണൂരിലും ആവർത്തിച്ചു. വിവരങ്ങൾ. SKN ജൂനിയർ വിദ്യാർത്ഥികൾ മദ്യപിച്ചെത്തി തുടർന്ന് മർദ്ദിച്ചു എന്നതാണ് സീനിയർ വിദ്യാർത്ഥികൾ പറയുന്ന വാദം. എന്നാൽ കോളേജ് അത് മുഖവിലക്കെടുത്തിട്ടില്ല. അതിന്റെ ദൃശ്യങ്ങൾ, അതായത് മർദ്ദന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ അധ്യാപകർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോളേജ് ഇപ്പോൾ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. അതിൽ ക്രൂരമായ മർദ്ദനം നടന്നു എന്നതാണ് ജൂനിയർ വിദ്യാർത്ഥികളുടെ പരാതി. കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ സംഘം ചേർന്ന് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്ന പരാതിയാണ് ഈ ജൂനിയർ വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടായത്. ആദ്യഘട്ടത്തിൽ പോലീസ് എത്തുകയും ഈ സംഘർഷാവസ്ഥ അവിടുത്തെ പരിഹരിച്ച് ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീടും സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്നെത്തി ഇവരെ മർദ്ദിച്ചു എന്ന പരാതിയാണ്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോളേജ് പ്രിൻസിപ്പൽ ഇപ്പോൾ 6 സീനിയർ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ജൂനിയർ വിദ്യാർത്ഥികൾ പോലീസിലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് ഇല്ലാതായി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും കോളേജുകളിലും സ്കൂളുകളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം ഇതിൽ നടന്നു എന്നതാണ് പോലീസും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരെ ബന്ധപ്പെടുമ്പോൾ അവരും പറയുന്നത്. കൂടുതൽ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്ക് യു അരുൺ പൂപ്പറമ്പ. തിരുവനന്തപുരത്തെ ശംഖുമുഖം തീരം സർക്കാർ സംവിധാനങ്ങൾ പാടെ അവഗണിക്കുന്നുവെന്ന് പരാതി. തലസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. തീരത്ത് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ മുതൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതുവരെ ശംഖുമുഖത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളിൽ ചിലതാണ്. തലസ്ഥാന നഗരത്തിൻ്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കിയ ഒന്നാണ് ശംഖുമുഖം തീരം. ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ അവഗണനയുടെയും അനാസ്ഥയുടെയും ഒരു പ്രതീകമായി മാറി ശംഖുമുഖം. തലസ്ഥാനവാസികൾക്ക് മാത്രമല്ല പുറത്തുള്ളവരുടെയും പ്രിയപ്പെട്ട ഇടമാണ് ശംഖുമുഖം തീരം. തിരുവനന്തപുരത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എടുത്താൽ അതിൽ മുൻപന്തിയിലാണ് ശംഖുമുഖം എന്നതിൽ സംശയമില്ല. സ്വദേശീയരും വിദേശീയരുമായ നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി എത്തുന്ന ബീച്ചിൽ നല്ലൊരു വഴിയോ ഇരിപ്പിടമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ശംഖുമുഖത്ത് അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട പ്രശ്നങ്ങൾ ഏറെയുണ്ട്. തീരത്തെ പല ഇരിപ്പിടങ്ങളും തകർന്ന അവസ്ഥയിലാണ്. നല്ലൊരു വഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. പ്രായമായവരും മറ്റും ഏറെ പണിപ്പെട്ടു വേണം ബീച്ചിലേക്ക് ഇറങ്ങാൻ. ഈ രീതിയിൽ മലിവാസമാകുന്നത് നമുക്കൊക്കെ വളരെ വിഷമമുള്ള കാര്യമാണ്. ഇത് തന്നെ, ഈ സ്ഥലം തന്നെ ഞങ്ങൾ എത്രമാത്രം ആസ്വദിച്ചിട്ടുള്ള സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ ഈ വള്ളങ്ങളൊക്കെ ഇവിടെ കൊണ്ടിട്ട് ഈ ട്രക്കുകൾ വന്നാണ് ഈ വള്ളത്തെ തള്ളി ഇറക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ധാരാളം വന്നടിഞ്ഞു കൂടുകയാണ്. ഇതൊക്കെ നമുക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നും നമുക്ക് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുമെന്നും ഉള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തെളിയിച്ച വിളക്കുകളൊക്കെയും പാതി മയക്കത്തിലാണ്. ഇതിനേക്കാളൊക്കെ പ്രധാന പ്രശ്നം ശൗചാലയ സൗകര്യം ഇല്ലെന്നതാണ്. ആകെയുള്ളത് പണം നൽകി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരെണ്ണം മാത്രം, അതുതന്നെ ശോച്യാവസ്ഥയിലും. സ്ത്രീകൾക്കായുള്ള ഷീറ്റ് ടോയ്ലറ്റുകളാണെങ്കിൽ കാടുപിടിച്ച അവസ്ഥയിലും. സന്ദർശകർ വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തീരം. അതിനൊക്കെ പുറമെ ബീച്ചിന്റെ നല്ലൊരു പങ്കും വള്ളങ്ങളും മറ്റു മത്സ്യബന്ധന ഉപകരണങ്ങളും കൊണ്ട് സൂക്ഷിച്ചിരിക്കുകയാണ്.
വൈകുന്നേരം വള്ളം കടലിലിറക്കുന്നതിനായി ട്രാക്ടർ കൂടിയെത്തുന്നതോടെ ആളുകൾക്ക് ബീച്ചിലിറങ്ങാൻ കഴിയാതെയാവും. ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതും പുതിയ രക്ഷാപ്രവർത്തന സാമഗ്രികളില്ലാത്തതും വെല്ലുവിളിയാകുന്നുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് ശംഖുമുഖം ബീച്ചിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്നത്. ടൂറിസം വികസനം സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയാകുമ്പോൾ അതിനുവേണ്ടി വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ സെന്റർ അടക്കമുള്ള പുതിയ പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുമ്പോൾ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചിന്റെ അവസ്ഥ ഇതെന്നുകൂടി ഓർക്കണം. ഈ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഉടൻ പരിഹാരമുണ്ടാകേണ്ടത് അനിവാര്യം തന്നെ. നന്ദകിഷോറിനൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് വിദേശികളടക്കം നിരവധി ആളുകൾ എത്തുന്ന തലസ്ഥാന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ശംഖുമുഖം, നമുക്കറിയാം. എന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതും ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞത്. നമ്മുടെ അന്വേഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. പൊതുവെ വൃത്തിയില്ല. വേസ്റ്റുകൾ അവിടെ നിരത്തി പുഴു അരിച്ച് ആളെയൊക്കെ എടുക്കാൻ വയ്യാതെ ഇവിടെ നാൾ ഭയങ്കര പരാതിയായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണല്ലോ, നമ്മളിപ്പോൾ വരണവർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ക്ലിയർ ആവും. ഗവൺമെൻറ്റിൽ ഇതെല്ലാം ചെയ്യണം. ഇത്രയും ചെയ്തിട്ടും ഒരു ബാത്റൂം ഇല്ലെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ അത്യാവശ്യം ഇത്രയും ജനങ്ങൾ വരുന്നിടത്ത് നമ്മുടെ ഗവൺമെൻറ് തന്നെ അതിലൊരു നല്ല കാര്യം എടുക്കണം. വളരെ മോശകരമായ ഒരു കാര്യമാണ്. ശരിക്കും നന്നായിട്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ സർക്കാർ. എന്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ഇതാണ്, അത് ഒട്ടും ചെയ്യുന്നില്ല എന്നുള്ളത്. ആദ്യമായിട്ടാണ് ഇപ്പോൾ ശംഖുമുഖം ബീച്ചിൽ വരുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്നൊരു തലസ്ഥാനത്തെ ഇത്ര വലിയൊരു ജില്ല ആകുമ്പോൾ ഇതൊക്കെ ഒരു ക്ലീനിങ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ്. ഇത്രയും ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയയല്ല. ലിറ്ററിങ് ഉണ്ടെന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഗാർബേജ് ബോക്സ് ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? നമ്മളൊന്നും ചെയ്യാതെ നിന്നിട്ട് ഇവിടെ കേടാകുന്നു, അതാകുന്നു, ഇതാകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഒരു മൂവ് മേക്ക്. ഈ ബീച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ടുണ്ട്. ലോട്ട് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്. പബ്ലിക് തന്നെ കുറച്ച് നോക്കണം, എത്ര വേസ്റ്റ് നമ്മൾ തന്നെ ഇടുന്നത്. അത് പിന്നെ ഗവൺമെൻറ് ഓൾസോ ഷുഡ് മെയിൻറ്റെയിൻ, ഷുഡ് ബ്രിങ് സം ഓർഡർ. വിനീത് നാരായണൻകുട്ടി പറയുന്നു, SK നാളെ രാവിലെ ആനദൗത്യം അല്ലേ, ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ ഷോ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും നാളെ എന്താ പ്രത്യേകത? നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ് വിത്ത് SKN ഉണ്ടാകും. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാകണം. രാവിലെ നമുക്ക് മോർണിംഗ് ഷോ പൊളിക്കണ്ടേ? പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. മഴയെന്നും കാമിക്കുന്ന ഒരാളാണ് ഞാൻ. മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചില കവികൾക്കുണ്ടാകുന്ന സുഖമല്ലേ, അതുപോലെ മനസ്സിലൊരു ഒരു ഒരു സ്വപ്ന മഴ പെയ്യുന്ന പോലെയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എവിടെ മഴയുണ്ടെങ്കിലും ഞാൻ ചാടി കാര്യങ്ങൾ പറയും. UAE കനത്ത മഴ പെയ്തു ഇന്ന്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇന്ന് വെള്ളം കയറിയ ദിവസമാണ്. എന്നാലും മഴയുടെ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നു. അലൈനിൽ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നുപോയി എന്ന വാർത്ത വരുന്നു. അടിയന്തരമായ സാഹചര്യം നേരിടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ ഇന്ന് വ്യക്തമാക്കിയ ദിവസമാണ് UAE ഉണ്ടായ മഴയുടെ ലോകത്തേക്ക്. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച മഴ അർദ്ധരാത്രിയോടെ ശക്തമാവുകയായിരുന്നു. ഇടിയും ശക്തമായ കാറ്റോടും കൂടിയ മഴയാണ് ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ ലഭിക്കുന്നത്. അലൈനിൽ ശക്തമായ ആലിപ്പഴ വർഷത്തിൽ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകർന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകൾ താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ഫ്രം ഹോം സ്വീകരിക്കാമെന്ന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസുകൾ ഓൺലൈനായി നടത്തണമെന്ന് വിദ്യാഭ്യാസ റെഗുലേറ്ററായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പൊതുജനങ്ങൾ പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടുള്ളിടത്തും വാദിയിൽ കുളിക്കുന്നതും വാഹനങ്ങളുമായി വാദികൾക്ക് സമീപം നിൽക്കുന്നതും നിരോധനമുണ്ട്. അതേസമയം അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അതോറിറ്റി വ്യക്തമാക്കി. 24 ദുബായ്. ഗൾഫ് നാടുകളിലെ പല സ്ഥലത്തും ഇന്ന് കാര്യമായി മഴ പെയ്ത ദിവസമാണ്. കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോണിൽ അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് ചേരുന്നു. അരുൺ, എന്തൊക്കെ വിവരങ്ങളാണ് ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ദുബായിൽ ലഭിക്കുന്നത്?
വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ മഴ സാഹചര്യം തുടരുന്ന അവസ്ഥ തന്നെയാണുള്ളത്. യു എയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ദുബായ്, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ദുബായിൽ ഇന്ന് പുലർച്ചെ 3:45 മുതൽ തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഇവിടങ്ങളിലെല്ലാം ലഭിച്ചത്. അബുദാബിയിലും കനത്ത മഴ തന്നെയായിരുന്നു. അബുദാബി, അൽ ദഫ്ര, അൽ വദ്ബ എന്നിവിടങ്ങളിലെല്ലാം അതിശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്തത്. വടക്കൻ എമിറേറ്റുകളിൽ കനത്ത മഞ്ഞ് വീഴ്ചയും ഇന്നലെ മുതലുണ്ട്. ചിലയിടങ്ങളിൽ റോഡുകളിലെല്ലാം തന്നെ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമായിരുന്നു. പലയിടത്തും ഗതാഗതം മന്ദഗതിയിലാണ്. രാജ്യത്ത് ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ കമ്പനികളടക്കം തന്നെ ഇന്ന് വർക്ക് ഫ്രം ഹോം സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സ്വകാര്യ കമ്പനികൾക്കും സ്കൂളുകൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു. അതിനാൽ തന്നെ റോഡുകളിൽ ഗതാഗതക്കുരുക്ക് നേരത്തെ ഉണ്ടാകുന്ന അത്ര ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും ബീച്ചുകളും തടാകങ്ങളും ഉൾപ്പെടെ സന്ദർശിക്കരുത് എന്നത് ഉൾപ്പെടെ വലിയ മുൻകരുതൽ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജ് ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഷാർജയിലും പാർക്കുകൾ ഇന്നലെയും ഇന്നുമായി അടഞ്ഞു കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെയും സ്കൂളുകളിൽ ഓൺലൈൻ സംവിധാനം തന്നെ ആയിരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ റോഡുകളിൽ മറ്റുമുണ്ടായ മഴവെള്ളം ഇന്ന് വൈകുന്നേരത്തോടു കൂടി നീക്കിയിട്ടുണ്ട്. എന്തായാലും നാളെയും ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ മഴ തുടരുമെന്ന സാഹചര്യം തന്നെയാണ് അറിയിക്കുന്നത് അധികൃതർ. താങ്ക് യു അരുൺ പാറാട്ട്. ദുബായിൽ നിന്നാണ് അരുൺ നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും ഗൾഫ് നാടുകളിലെ വിവിധ സ്ഥലങ്ങളിൽ കാര്യമായി മഴ പെയ്തു. മാത്രമല്ല ദുബായിയുടെ പ്രവർത്തനങ്ങളെയും മറ്റുള്ള ഗൾഫ് നാടുകളിലെ പ്രവർത്തനങ്ങളെയൊക്കെ ചെറുതായി മഴ ബാധിച്ചു. ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു അവിടെ. ഇപ്പോഴൊരു വാർത്ത നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഫറൂഖ് അബ്ദുള്ളയ്ക്ക് വീണ്ടും ഇ.ഡി. നോട്ടീസ് ലഭിച്ചു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇ.ഡി. ഫറൂഖ് അബ്ദുള്ളയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കാശ്മീർ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സാമ്പത്തിക ക്രമക്കേട് കേസിലാണ് ഇ.ഡിയുടെ നടപടിയെന്നും നിതിൻ അംബുജൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കന്നുകാലികളെ വളർത്താൻ വായ്പ എടുത്തിട്ട് സബ്സിഡി ലഭിക്കാതായതോടെ ക്ഷീരകർഷകർ ദുരിതത്തിലായി. കോഴിക്കോട് മുക്കത്താണ് സംഭവം. കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും നബാർഡിൻ്റെയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സഹായത്തോടെ നടപ്പിലാക്കിയ സുസ്ഥിരം പദ്ധതിക്കെതിരെയാണ് പരാതി. 2018 ക്ഷീരകർഷകർ ഈ വായ്പ എടുത്തത്. സമൂഹത്തിലെന്നും അവഗണിക്കപ്പെടുന്ന വലിയൊരു വിഭാഗമാണ് കർഷകർ. കാർഷിക മേഖലയിലേക്ക് ആളുകൾ കടന്നു വരുന്നില്ലെന്ന് സഹതപിക്കുന്നവർക്ക് മുൻപിലേക്കാണ് ഈ വാർത്ത. കോഴിക്കോട് മുക്കത്തുള്ള മുഹമ്മദിൻ്റെ ഈ ദുരിതമൊന്ന് കാണുക. വർഷങ്ങളായി പ്രവാസ ലോകത്ത് എല്ലുമുറിയെ പണിയെടുത്ത് അവശേഷിക്കുന്ന നാട്ടിൽ കൃഷിയിലൂടെ വരുമാനം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുഹമ്മദ് പശുക്കളെ വാങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. 2018 കാരശ്ശേരി പഞ്ചായത്തിൻ്റെയും നബാർഡിൻ്റെയും ജില്ലാ സഹകരണ ബാങ്കിൻ്റെയും സഹായത്തോടെ നടപ്പാക്കിയ സുസ്ഥിരം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുക്കം ശാഖയിൽ നിന്നുമാണ് വായ്പയെടുത്തത്. ഇപ്പോഴത്തെ കേരള ബാങ്ക് ജില്ലാ സഹകരണ ബാങ്കായ കാലത്തായിരുന്നു 4.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. ഇറച്ചി കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി വരും എന്നാണ് പറഞ്ഞത്. സബ്സിഡി ഒന്നും വന്നില്ല. അത് ചോദിക്കുമ്പോൾ പിന്നീട് മാനേജർ പെട്ടെന്ന് മാറി. പിന്നെ ചെല്ലുന്നത് ഇപ്പോഴുള്ള മാനേജർ അടുത്തേക്കാണ്. മാനേജറുടെ ഈ കാര്യം പറഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞത് എന്താ വെച്ചാൽ അത് മോയിൻകുട്ടി സാർ തന്നതാണ്, മുജീബ് സാർ തന്നതാണ്, നിങ്ങൾ അവിടെ പോയി സംസാരിക്കുക, എനിക്ക് അതിന് ഉത്തരവാദിത്തമല്ല എന്നാണ്. പക്ഷെ പിന്നെ അതിന് പിന്നെ ഇവർ ഒരു പരിപാടി ചെയ്ത ഒരു ലെറ്റർ എനിക്ക് വിട്ട്, ഞാൻ കുടുംബക്കാരെ കൂട്ടിയിട്ടാണ് ലോൺ എടുത്തതെന്നും അത് നിങ്ങൾക്ക് അർഹതല്ലാന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ലെറ്റർ വന്നത്. ഞങ്ങൾക്ക് 4 റേഷൻ കാർഡിലുള്ള 4 ആളാണ് അപേക്ഷ കൊടുത്തത്. അന്ന് ഈ സാറോടും മോയിൻകുട്ടി സാറോടും ഞാൻ ചോദിച്ചതാണ്, ഈ ആളൊക്കെ പോരെ, എന്തോ മാറ്റേ ഒന്നും വേണ്ട, ഇത് കറക്റ്റ് തന്നെയാണ്. ഇനി അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ തന്നെ 2ാം പ്രാവശ്യം തന്നെ ഈ ലോണ് പുതുക്കിച്ചത് അയാൾ. അന്നേരെങ്കിലും അയാൾക്ക് പറയാലോ, നിങ്ങൾ ആളെ മാറ്റി തന്നാൽ മതി നിങ്ങൾക്ക് സബ്സിഡി കിട്ടണമെങ്കിൽ എന്ന്. അതൊക്കെ അവസാന കാലത്ത് ഒരു ഞൊണ്ടിന്യായങ്ങൾ പറയാമെന്നല്ലാതെ അതിലൊന്നും ഒരു അർത്ഥമില്ല. വിസ്മയ സ്വാശ്രയ സംഘത്തിലെ കർഷകനാണ് മുഹമ്മദ്. ഇവർക്കൊപ്പം മകൾ ഷമീമ, സാജിദ, ഷൈമ എന്നിവരുടെ പേരിലാണ് വായ്പയെടുത്തത്. മാസം 11,000 തിരിച്ചടവുള്ള വായ്പ കൃത്യമായി തിരിച്ചടച്ചാൽ 1,30,000 രൂപ നബാർഡിന്റെ സബ്സിഡി ലഭിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ വായ്പ കൃത്യമായി അടച്ചിട്ടും സബ്സിഡി ലഭിച്ചില്ല. ഇതോടെ ഇവർ പ്രതിഷേധവുമായി തെരുവിലേക്കിറങ്ങുകയായിരുന്നു. നമ്മളൊരു 1.5 ലക്ഷം റുപ്യ ബാങ്കിന് കൊടുക്കാനുണ്ടെങ്കിൽ ബാങ്ക് എന്തൊക്കെ ചെയ്യും? നമ്മളെ വീട്ടിൽ വണ്ടി വിളിച്ചു വരും. ആ വണ്ടിന്റെ പൈസ വരെ ഒരു ഈടാക്കൂല നമുക്ക്
അത് തീർക്കുന്ന സമയത്ത് ഞമ്മക്ക് തരാനുള്ള പൈസ കോൽക്ക് ഒരു വിഷയമില്ല, ഒരു കുലുക്കില്ല. നമ്മൾ എത്ര പറഞ്ഞിട്ടും ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, 10 മാസത്തോളായിട്ട് ഞങ്ങൾ പല സ്ഥാപനങ്ങളും കയറി ഇറങ്ങി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ കേരള ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതേസമയം ഒരു കുടുംബത്തിലെ ആളുകൾ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കി വായ്പ എടുത്തത് നിയമവിരുദ്ധമാണെന്നും അതിനാലാണ് സബ്സിഡി ലഭിക്കാത്തതെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. ബാങ്കിൽ നിന്നും നബാർഡിലേക്ക് നൽകേണ്ട അപേക്ഷ നൽകുന്നതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചു. ഇതാണ് യഥാർത്ഥ കാരണം. എന്നാൽ ഇത് മറച്ചുവെക്കാനായി മറ്റു പല കാരണങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർ പാവപ്പെട്ട കർഷകനെ ദ്രോഹിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞ ജനം പ്രക്ഷോഭങ്ങളുമായി തെരുവിലേക്കിറങ്ങുകയാണ്. കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇവരുടെ വിഷമം മറ്റൊന്നാണ്. കൃത്യമായി വായ്പ തിരിച്ചടച്ചു, എന്നിട്ടും അവർക്ക് സബ്സിഡി ലഭിച്ചില്ല. ഇത് കാരണം ഇതേപോലുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കാൻ ആളുകൾ തയ്യാറാവില്ല എന്നാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. പ്രതികരണങ്ങളിലേക്ക്. വളരെ മോശമാണ് മൂപ്പൻ്റെ സംഗതി. അന്ന് സാറായിട്ട് വന്ന ആളെ ഇനി പിന്നെ ലോണും കാര്യമൊക്കെ അവിടെ കൂടിയിട്ട് മൂപ്പൻ്റെ കാര്യം ആകെ പൊട്ടി. വേറെ എന്തെങ്കിലും എടുത്താൽ മതി എന്ന് വിചാരിച്ചിരിക്കുകയും അതിലാ മൂപ്പര് പോലെ നിർത്തി പോയത്. അല്ലെങ്കിൽ നാട്ടുകാരോട് തന്നെ കടം വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ജാതി ബുദ്ധിമുട്ടും കുടുങ്ങിയായിട്ടാണ് ഇപ്പം മൂപ്പൻ ആകെ വിഷമത്തിലായത്. അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിന് സബ്സിഡി കിട്ടിയിട്ടില്ല. അപ്പോൾ വളരെ പ്രയാസത്തിന് ബുദ്ധിമുട്ടാണ് അയാളുള്ളത്. അതുകൊണ്ട് ഒരു പരിഹാരം മാർഗം പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് ജനകീയ മുന്നേറ്റം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അയാൾക്കുള്ള എല്ലാ സഹായങ്ങളും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടണമെന്നാണ് നമ്മളെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കണമെന്ന് അയൽവാസി നിലയിലേക്ക് പറയുന്നു. കാണേണ്ടവരെല്ലാവരും കാണുകയും സംസാരിക്കുകയും ബാങ്കുമായി ബന്ധപ്പെടുകയും അതിനെതിരായിട്ടുള്ള സമരങ്ങൾ തുടരുകയുമാണ് ചെയ്യുന്നത്. കൃത്യമായ അദ്ദേഹത്തിന് ഈ സബ്സിഡി ലഭിച്ചിട്ടില്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള അതിശക്തമായ സമരങ്ങളുമായിട്ട് നാട്ടുകാർ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്കെന്ന സൂചന. രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധി രാജ്യസഭയിലെത്താൻ സാധ്യതയുണ്ട്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ മുതിർന്ന നേതാക്കളുടെ യോഗം ചേരുകയാണിപ്പോൾ. കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ ടെലിഫോൺ ലൈനിൽ. നിതിൻ അംബുജൻ, വിവരങ്ങൾ. SKN ഈ മാസം 27-നാണ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. രാജസ്ഥാനിലും സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ എത്തിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുകയാണ്. KC വേണുഗോപാൽ, മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, സൽമാൻ ഖുർഷിദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 2004 മുതൽ സോണിയാഗാന്ധി റായ്ബറിൽ നിന്നാണ് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്നത്. ഇത്തവണ ആ സീറ്റ് മകൾ പ്രിയങ്ക ഗാന്ധിക്ക് നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ കോൺഗ്രസ് ഇതിലൊരു തീരുമാനം എടുക്കുമെന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് തന്നെ കണക്കാക്കാം. കാരണം അമേഠിയിൽ നിന്നോ അല്ലെങ്കിൽ സുൽത്താൻപൂരിൽ നിന്നോ പ്രിയങ്ക ഗാന്ധിയെ ഇത്തവണ ലോക്സഭയിൽ എത്തിക്കാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. പക്ഷേ സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങിയതോടുകൂടിയാണ് രാജ്യസഭയിൽ നിന്ന് സോണിയാഗാന്ധിയെ രാജ്യസഭയിൽ സോണിയാഗാന്ധി എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം നടക്കുന്നത്. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ തുടരുന്നത്. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. റീന സതീശൻ പറഞ്ഞ SKN നവകേരള സദസ്സിൽ ലഭിച്ച ഏതെങ്കിലും പരാതി പരിഹരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര പരാതിക്ക് പരിഹാരമായി? ആ പരിപാടി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെയാണ് റീന ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ചൊരു കാര്യം ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കാര്യം നമുക്ക് അന്വേഷിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കന്യ വടക്കാവ് പറയുന്നു, നേരേക്കടവ് മാക്കിക്കടവ് പാലം ഇലക്ഷന് മുമ്പെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറയണമെന്ന് MLA ശുപാർശ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. MLA ശുപാർശ ചെയ്തിരിക്കുന്നു. ഈ പാലം പണി ഇലക്ഷൻ മുമ്പേ തന്നെ നടക്കട്ടെ എന്നാണ് നമ്മുടെയും പ്രതീക്ഷ. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ പ്രതികരണ വേദി ഞാൻ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നേരത്തെ TP പ്രശാന്ത് എന്നൊരാൾ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു കാര്യം അയച്ചിരുന്നു. ആ സന്ദേശം ഞാൻ നോക്കി. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മൈലപ്പുഴ എന്ന സ്ഥലത്തെ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ചാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. ഒരുപാട് തവണ നിവേദനമൊക്കെ കൊടുത്തു, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തോട്ടുങ്കൽ പടി
കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചു എന്ന കാര്യം ഇദ്ദേഹം പറയുന്നു. പക്ഷേ ഇപ്പോൾ തോട്ടുങ്ങൽപ്പടി കുടിവെള്ള പദ്ധതിക്കായി കണ്ടെത്തിയ കുളം സ്ഥിതി ചെയ്യുന്ന വസ്തുവിന് പട്ടയമില്ല എന്നൊരു കാരണം പറഞ്ഞ് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് അധികൃതർ ഞങ്ങളെ അറിയിച്ചത് അങ്ങനെയാണ്. എന്തായാലും ആ ഒരു റിപ്പോർട്ടിൻ്റെ പകർപ്പും ഇതിനോടൊപ്പം അയച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താമോ എന്നാണ് പ്രശാന്ത് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൂടാ? തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ കാര്യം ആവശ്യപ്പെട്ടാൽ നമ്മൾ ഇടുക്കിയിലെ നമ്മുടെ റിപ്പോർട്ടർ ഈ കാര്യം അന്വേഷിക്കും. നമ്മളെ രാഹുൽ വിജയൻ ഈ കാര്യമായിട്ട് അന്വേഷിച്ച് വിവരങ്ങൾ അറിയിക്കും. അതുവരെ താങ്കൾ കാത്തിരിക്കുക. ഇനി മറ്റൊരു സ്റ്റോറിയിലേക്ക്. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ പത്തനംതിട്ട തെള്ളിയൂരിലെ G&G ഫൈനാൻസ് ഉടമകളുടെ വീടിന് മുന്നിൽ നിക്ഷേപകരുടെ പ്രതിഷേധം നടക്കുകയാണ്. പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് നിക്ഷേപകർ തുറന്നു പറയുന്നു. 100 കണക്കിന് പരാതികൾ വന്നിട്ടും G&G ഫൈനാൻസ് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ ഉന്നത ഇടപെടലുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിക്ഷേപ തട്ടിപ്പ് വാർത്ത 24 ആണ് പുറം ലോകത്തെ അറിയിച്ചത്. തൊഴിലുറപ്പ് ചെയ്ത പൈസയാ അത്. പിന്നെ എൻ്റെ മരുമോള് അവള് വെറുതെ അവൾക്കൊരു 5 വയസ്സിക്ക് നിവൃത്തിയില്ല. അവരുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ 2 ലക്ഷം രൂപ കൊണ്ടിട്ടു. ഇതിനൊന്നും പലിശ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. 2 പ്രാവശ്യം ഞങ്ങൾ വന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ രണ്ടുപേരും വല്ല വിഷം കുടിച്ച് അത്ത് കിടക്കും, ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല, ഞങ്ങളുടെ പൈസ എങ്ങനെയാലും തരണം, ഞങ്ങളുടെ വീട് വരെ നശിച്ച് കിടക്കുക, ചെതിലിൽ നിന്ന് പോയി കിടക്കുക, നിങ്ങൾ കുറച്ച് പൈസയാലും ഞങ്ങൾ തരും. അവരൊന്നും മിണ്ടിയില്ല, അവരങ്ങനെ കയറിപ്പോയി. ഏതാണ്ട് 500-ലധികം നിക്ഷേപകർ ഇതിന് തൊട്ടപ്പുറത്ത് വന്നു നിന്നു കഴിഞ്ഞു. ഇനിയും കൂടുതൽ നിക്ഷേപകരുണ്ട് എന്നാണ് പറയുന്നത്. G&G ഫിനാൻസിൽ മാത്രം വിശ്വസിച്ച് 100 കണക്കിന് ആളുകളാണ് ഇവിടെ പണം നിക്ഷേപിച്ചത്. ഏതാണ്ട് 1 മാസമായി പണത്തിനായി G&G ഫൈനാൻസിയേഴ്സിന്റെ ഓഫീസിലും ഉടമകളുടെ തെള്ളിയൂരിലെ വീട്ടിലും കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയതോടെ നിക്ഷേപകർ പലരും കടക്കെണിയിലായി. 2 ലക്ഷത്തിന് 70,000 രൂപയാ. അത് ഞാൻ തേച്ചു മഴയ്ക്ക് ഉണ്ടാക്കിയ പൈസ. എനിക്ക് മക്കളില്ല, ഭർത്താവില്ല, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്തതാണ്. എനിക്ക് നടക്കാനും വയ്യ, എൻ്റെ ചെവി കേൾക്കാൻ വയ്യ. അതുകൊണ്ട് വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഓരോരുത്തരോട് തെണ്ടി 500 രൂപ വാങ്ങിക്കുക കഞ്ഞി വെക്കുന്നത്. 500ഓളം നിക്ഷേപകരാണ് ഇന്ന് പ്രതിഷേധവുമായി പത്തനംതിട്ട തെള്ളിയൂരിലെ ഗോപാലകൃഷ്ണൻ നായരുടെ വീടിന് മുൻപിലെത്തിയത്. ഞാൻ ഇതുവരെ ചോദിച്ചു ഒന്നുമില്ല. ഇന്ന് ആദ്യമായിട്ട് വരിക. എല്ലാവരും പറയുന്ന കേട്ട് വന്നതാ. പൈസ എങ്ങനെയും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാനില്ല. തൊഴിലുറപ്പിന് പോവാ. ആരുമില്ല, ഞാൻ തന്നെയേ ഉള്ളൂ. ഭർത്താവ് മരിച്ചുപോയി, ഒരു കുഞ്ഞേ ഉള്ളൂ. കണ്ണൂർ കല്യാണം കഴിച്ചേക്കുക. തുടർന്ന് നിക്ഷേപകർ പ്രതിഷേധവുമായി കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുൻപിലുമെത്തി. മുഖ്യമന്ത്രിക്ക് ഭീമ ഹർജി നൽകി തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. അടുത്ത ദിവസം SP ഓഫീസ് മാർച്ച് നടത്താനും G&G നിക്ഷേപകർ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 300 കോടി രൂപയുടെ തട്ടിപ്പാണ് G&G ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനം നടത്തിയതെന്നാണ് നിഗമനം. കഴിഞ്ഞ ദിവസം മധുരയിലെ ഒരു ആശ്രമത്തിൽ സ്ഥാപന ഉടമ ഗോപാലകൃഷ്ണൻ നായരും കുടുംബവും ഉണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷേ പോലീസ് എത്തുന്നതിന് മുൻപ് ഇവർ അവിടെ നിന്നും കടന്നു കളഞ്ഞു. അതേസമയം G&G ഫൈനാൻസിയേഴ്സ് ഉടമകളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണം. കമ്പനി ഉടമകളെ ഉടൻ കണ്ടെത്തണം. പണം ജനങ്ങൾക്ക് തിരിച്ചു നൽകണം. ആവശ്യങ്ങളേറെയാണ്. പക്ഷേ പോലീസ് ഒത്തുകളിക്കുകയാണെന്നാണ് നിക്ഷേപകർ ഒന്നടങ്കം പറയുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഈ സഹോദരിമാരുടെയൊക്കെ വേദന, കഷ്ടപ്പെട്ട് തൊഴിലുറപ്പിനൊക്കെ പോയി അതിൽ നിന്നുണ്ടാക്കിയ പണമാണ് നിക്ഷേപിച്ചത് ഈ കള്ളന്മാർ തട്ടിയെടുത്തത്. 100 കണക്കിന് പരാതികൾ വന്നിട്ടും G&G ഫൈനാൻസ് ഉടമകളെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. ഉന്നത പോലീസ് ഇടപെടലുണ്ട് എന്ന് പോലും അവർ പരാതി പറയുന്നു. ചില പ്രതികരണങ്ങൾ. 10-40 ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞു. പൊട്ടലൊന്നും മേടിക്കണ്ട, ഞങ്ങളുടെ സാധനം പൊട്ടലില്ല പറഞ്ഞു. ഡേറ്റ് കഴിഞ്ഞ് ചെന്നപ്പോൾ പരീക്ഷയ്ക്ക് ചെന്നപ്പം പരീക്ഷ പറഞ്ഞു. ഞാൻ ആ മുതലാളി ഇവിടെ ഉണ്ട്, പരീക്ഷ കൊടുക്കണ്ട. എൻ്റെ മോനെ പിന്നെ
ഇവർ മരിച്ചുപോയി, ഒരു ആക്സിഡൻറ്റിൽ പെട്ട്. 5 ലക്ഷം രൂപ അവൻ്റെ ഇത് കിട്ടിയതാ, ഇൻഷുറൻസ്. 3 ലക്ഷം രൂപ എൻ്റെ സ്ഥലം വിറ്റതാണ്. 90,000 എൻ്റെ മരുമോടെയാണ്, 50,000 എൻ്റെ ഭാര്യയാണ്. 17,58,920 രൂപ എൻ്റെ മകൾക്ക് കിടക്കാടമില്ല. അവൾക്ക് വസ്തുവും വരെയും കൂടെ മേടിക്കാൻ വേണ്ടി സ്വരൂപിച്ച 3 വർഷമായി ഞങ്ങൾ 1 രൂപ പലിശ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ദയവായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ പൈസ മേടിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്കൊരു കിടക്കാടമായേനെ. മകനാണെന്ന് ഒരു 12 വർഷമായി ചികിത്സയില. ഇപ്പോഴാണ് അസുഖം കൂടി കിടക്കുക. കരളേന്ന് വെള്ളം വീണ് വയറ് വീർക്കുന്ന അസുഖം. പിന്നെ ഞാൻ തൊഴിലുറപ്പിനും പോയി പശുവിനെയും കറന്ന ഞങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ 76 വയസ്സിനൊക്കെ സമ്പാദ്യമായി 1 ലക്ഷം രൂപ. ഈ പ്രതി ഇവിടെ തന്നെ ഉണ്ടോ, ഈ വീട്ടിൽ തന്നെ ഉണ്ടോ എന്ന് പോലും ഞങ്ങളിപ്പോൾ സംശയിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് വരെ ഇവിടെ പാൽക്കുപ്പി വരെ വെച്ചിട്ട് പോയെന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാണി തോമസ് പറയുന്നത് എത്ര കൊണ്ടാലും നമ്മൾ പഠിക്കില്ല, അനുയോജ്യമായ സ്ഥലത്ത് നിക്ഷേപം നടത്തണം. കാര്യം ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പണമാണ് ഇത്തരം നരാധവന്മാർ പറ്റിച്ചുകൊണ്ട് പോകുന്നത്. അതുപോലെ ഇന്നിപ്പം അഞ്ജന മഞ്ചവിളാകത്തെന്ന് പറയുന്നു, ഇന്ന് ഞാനും അമ്മയും നെയ്യാറ്റിൻകര ജലാശുപത്രി പോയപ്പോൾ അലക്സ് റാമിനെ കണ്ടു, ഞങ്ങളോട് വന്ന് ഒത്തിരി സംസാരിച്ചു, സന്തോഷമായി എന്ന് പറയുന്നു. തീർച്ചയായിട്ടും 24-ൻ്റെ റിപ്പോർട്ടേഴ്സിനെയൊക്കെ നിങ്ങൾ പുറത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് പറയുകയും ചെയ്യാം. ജനപ്രതിനിധികളെ പോലെ അവർ നിങ്ങളുടെ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. ഞങ്ങൾ അവരെയൊക്കെ അങ്ങനെ തന്നെയാണ് ബ്രീഫ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രക്ഷേപണത്തിന് പുറമെ അവരുണ്ടാകും. ഇനി നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളില്ലേ, അതിലേക്കാണ് പോകുന്നത്. വ്യാജൻ DYFI കർണാടക സംസ്ഥാന സമ്മേളനത്തിൻ്റെ പോസ്റ്ററിൽ രാമനും ലക്ഷ്മണനും ഇടം പിടിച്ചു എന്ന സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. മൈസൂരുവിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൻ്റെ പോസ്റ്ററാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? DYFI കർണാടക സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പോസ്റ്ററിൽ രാമനും ലക്ഷ്മണനും ഇടം പിടിച്ചു എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. മഹാത്മാഗാന്ധി, BR അംബേദ്കർ, സുഭാഷ് ചന്ദ്രബോസ്, ശ്രീനാരായണ ഗുരു തുടങ്ങിയവർക്കൊപ്പം രാമനും ലക്ഷ്മണനും DYFI പോസ്റ്ററിൽ ഇടം പിടിച്ചെന്നാണ് പ്രചാരണം. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന ലെൻസ് വെച്ച് നിരീക്ഷിക്കുന്ന CPIM കർണാടക DYFIയുടെ പോസ്റ്റർ കണ്ടില്ലേ എന്നും രാമനും ലക്ഷ്മണനും DYFIയുടെ പഴയകാല ദേശീയ നേതാക്കളാണോ എന്നും ചോദിച്ചു കോൺഗ്രസ് സൈബർ അനുകൂല പേജുകളിൽ വ്യാപകമായി പോസ്റ്റർ പ്രചരിക്കുന്നുണ്ട്. 24 ഫാക്ട് ചെക്ക് വിഭാഗം നടത്തിയ പരിശോധനയിൽ പ്രചരിക്കുന്ന പോസ്റ്റർ തെറ്റായ തലക്കെട്ടോടെ പ്രചരിപ്പിക്കുന്നതാണെന്ന് കണ്ടെത്തി. DYFI പോസ്റ്ററിലുള്ളത് കർണാടകയിലെ സാമൂഹിക പരിഷ്കർത്താക്കളായ കോട്ടി, ചിന്നയ്യ സഹോദരന്മാരാണ്. ഇപ്പോഴത്തെ ദക്ഷിണ കന്നഡയുടെ ഭാഗമായിരുന്ന തുളുനാട്ടിൽ നിന്നുള്ള കോട്ടി, ചിന്നയ്യ എന്നീ സഹോദരങ്ങളെ കന്നഡിഗർ ഗുരുസ്ഥാനീയരായി ആരാധിക്കുന്നുണ്ട്. ഇവരുടെ ചിത്രം വച്ചുള്ള DYFI പോസ്റ്ററാണ് രാമനും ലക്ഷ്മണനും എന്ന പേരിൽ തെറ്റായി പ്രചരിക്കുന്നത്. ഫാക്ട് ചെക്ക് ഡെസ്ക് 24. അപ്പോൾ സത്യാവസ്ഥ മനസ്സിലായല്ലോ. ഇന്ന് 24-ൻ്റെ പാലക്കാടിലേക്ക് നിഖിൽ പ്രവേശ് എനിക്കൊരു വോയിസ് അയച്ചു തന്നു. ഒരു അമ്മയുടെ വോയിസാണ്. ഇന്ന് രാവിലെ ഈ അടയ്ക്ക വാങ്ങുന്ന ഒരാൾ 24-ൽ നിന്നാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന് കൃത്യവില കൊടുത്തു, 1,800 രൂപ അധികം കൊടുത്തു, അധികമല്ല വില കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹവാത്സല്യങ്ങൾ കാണുമ്പോൾ ഇവരെയൊക്കെ നമുക്ക് ആലിംഗനം ചെയ്യാൻ തോന്നിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ എഴുതി അയച്ചിരിക്കുകയാണ്, ഞങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടാൽ ഞങ്ങൾ ആലിംഗനം ചെയ്ത് തവിട് പൊടിയാകുന്ന അവസ്ഥയാകും എന്ന് പറഞ്ഞു. അത്രയും സ്നേഹം ഈ 24-നോടും ഈ അവിടുത്തെ ആൾക്കാരോടും ഉണ്ടെന്ന് ആ അമ്മ നിഖിൽ പ്രമേഷിന് അയച്ച ഈ വോയിസ് ക്ലിപ്പിലുണ്ട്. സന്തോഷം. അത്തരം അമ്മമാരും അതുപോലുള്ള ആളുകളുമാണ് 24-ൻ്റെ കരുത്ത് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതികരണ വേദി അവസാനിക്കുന്നു. ഇനി നമ്മൾ തമ്മിൽ കാണുക നാളെ രാവിലെ 7 മണിക്ക് പൊതുജനം നാളെ രാവിലെ മോർണിംഗ് ഷോയിലായിരിക്കും കണ്ടുമുട്ടുക. ഇനി ന്യൂസ് സൂപ്പർ ഫാസ്റ്റിൻ്റെ ഊഴം ഗോകുൽ രവി നമുക്കൊപ്പം ചേരുന്നു. അത് കഴിയുമ്പോൾ സംവാദവേദിയുമായി ആഷ്മി താജ് ഇബ്രാഹിം ചേരും. എൻകൗണ്ടർ രാത്രി 8 മണിക്ക്. ആദ്യം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്. ഓവർ ടു ഗോകുൽ രവി. ഗുഡ് നൈറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കേരള കോൺഗ്രസ് എം. കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെ സ്ഥാനാർത്ഥിയാകും. ഒറ്റക്കെട്ടായുള്ള തീരുമാനമെന്ന് ജോസ് കെ മാണി. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തോമസ് ചാഴികാടൻ 24-നോട്. ഫ്രാൻസിസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.